പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഡിസംബർ 30 ചൊവ്വ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ഒരാൾ ഒരിക്കലൊരു പൈലറ്റിനോട് ചോദിച്ചു, മേഘങ്ങൾ കൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല, എങ്ങനെ വിമാനം ഓടിക്കും? അയാൾ പറഞ്ഞു, ഞാൻ കാഴ്ചയാലല്ല വാക്കാൽ. പവറിൽ നിന്നുള്ളതായ നിർദ്ദേശം എന്നെ വിമാനം പറത്താൻ സഹായിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ജീവിതം പലപ്പോഴും മേഘങ്ങൾ കൊണ്ട് മൂടപ്പെട്ടേക്കാം. ഭയം നിറഞ്ഞ സമയങ്ങൾ ഉണ്ടാകും. പക്ഷേ നമ്മുടെ ടവർ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ബി സ്ട്രോങ് ആൻഡ് കറേജിയസ്, ഡു നോട്ട് ബി അഫ്രൈഡ്, ഐ ആം വിത്ത് യു. ഇത് വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ പൈലറ്റിംഗ് ഗൈഡ് ലൈനാണ്. വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം എന്നത് മോശയുടെ മരണത്തിന് ശേഷം യോശുവ ഒരു മഹത്തായ ദൗത്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അവൻ മോശയല്ല, പക്ഷേ ഇപ്പോൾ ദൈവം അവനെ വിളിക്കുന്നു, നീ എഴുന്നേൽക്കുക. ഇതൊരു മാറ്റത്തിൻ്റെ ഘട്ടമാണ് കുറിക്കുന്നത്. മോശയുടെ നിഴലിൽ നിന്ന് ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കടക്കുന്ന സമയമായിരിക്കും. ധൈര്യശാലിയും ബലവാനും, ഈ പദങ്ങൾ വെറും ധൈര്യം മാത്രമല്ല, ദൈവികമായ ആത്മബലം, നിശ്ചയദാർഢ്യം, വിശ്വാസം എന്നിവയുടെ സംയോജനമാണ്. ഇത് മനുഷ്യധൈര്യമല്ല, ദൈവം നൽകുന്ന ധൈര്യമാണ്. മനുഷ്യൻ്റെ പ്രതികരണം ഭയമാണ് എങ്കിൽ ദൈവികമായ ശക്തിയാണ് ധൈര്യം നൽകുന്നത്. ദൈവം നമ്മോട് പറയുന്നു, ഭയപ്പെടാതെയും ഭ്രമിക്കാതെയും ഇരിക്കുക. അത് ഭയമില്ലാത്ത അവസ്ഥയല്ല, വിശ്വാസം കൂടുതലായ അവസ്ഥയാണ്. ദൈവം ശക്തീകരിക്കുമെന്ന വിശ്വാസത്തിൻ്റെ അനന്തരം നാം മനസ്സിലാക്കണം, മനുഷ്യരുടെ പ്രചോദനം അത് താൽക്കാലികമാണ്, ദൈവത്തിൻ്റെ പ്രചോദനമോ നിത്യമാണ്. യോശുവയുടെ ബലം യുദ്ധബലത്തിൽ അല്ലായിരുന്നു, ദൈവ സാന്നിധ്യത്തിലായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ യുദ്ധങ്ങൾക്കിടയിലും ദൈവം പറയുന്നു, ഐ ആം വിത്ത് യു വെയറെവർ യു ഗോ. ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് ധൈര്യത്തിൻ്റെ ഉറവിടം എന്നത് നാം ഉൾക്കൊള്ളണം. അത് നമ്മുടെ ജീവിതത്തെ നയിക്കണം. യോശുവ 1:9 വെറുമൊരു ആശ്വാസവചനം മാത്രമല്ല, അതൊരു ആജ്ഞയാണ്. ധൈര്യശാലിയാകുക, ദൈവത്തിൻ്റെ ഒരു ആജ്ഞ. ദൈവം നമ്മെ ഇതിലൂടെ തൻ്റെ സുരക്ഷയിലേക്ക് മാത്രമല്ല, ദൗത്യത്തിലേക്കും കൂടെ വിളിക്കുകയാണ്. ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ എവിടെയായാലും നമുക്ക് പ്രവർത്തന നിരതരാകാൻ സാധിക്കും. ദൈവം കൂടെ ഇല്ലെങ്കിൽ ഭയം വെറും ഭയം മാത്രമുണ്ടാകും. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഭയം വെറും ഭ്രമമായിട്ട് മാത്രം അവശേഷിക്കും. ദൈവം ചോദിക്കുന്നു, നീ ഭയത്തിലാണോ, നിരാശയിലാണോ? അങ്ങനെയെങ്കിൽ എഴുന്നേൽക്കൂ. ദൈവം മോശയുടെ സ്ഥാനം നിറയ്ക്കുവാൻ യോശുവയെ വിളിച്ചതുപോലെ നമ്മയും വിളിക്കുകയാണ്. ഒരു പുതിയ ദൗത്യത്തിലേക്ക്, ഒരു പുതിയ ധൈര്യത്തിലേക്ക്, ഒരു പുതിയ ജീവിതത്തിലേക്ക്. ഭയമില്ലാത്ത, വിശ്വാസമുള്ള, ദൗത്യനിരതമായ ഒരു തലമുറ. ദൈവത്തിൻ്റെ ആ വാഗ്ദാനങ്ങൾ നമുക്ക് കൂടെ ഉണ്ടായിരിക്കട്ടെ. ധൈര്യത്തോടുകൂടെ കടന്നു പോകുക, ദൈവം കൂടെയുണ്ട്. ഇതായിരിക്കട്ടെ നമ്മെ കൂടുതൽ വിശ്വാസ ജീവിതത്തിൽ ശക്തരാക്കുന്നത്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യോശുവയെ പോലെ ധൈര്യത്തോടെ നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഭയം ഞങ്ങളെ അടിമയാക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ബലം ഞങ്ങൾക്ക് തരണമേ. നീ ഞങ്ങളുടെ മുമ്പിൽ നടക്കുന്നവനാണ്. ഞങ്ങളുടെ പിറകിൽ വീഴാതെ ഇരിക്കാൻ, പ്രതിസന്ധികളിൽ വിശ്വാസം നിലനിർത്താൻ, ദൗത്യങ്ങളിൽ നിനക്കായി പൂർണ്ണമായി സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.